ഹായ് ഹായ് ഒരു സ്റ്റാർട്ട് ചെയ്യാമോടാ? സ്ക്രീൻ ഷെയർ ചെയ്തേ. അതൊക്കെ ഷെയർ ചെയ്യോടാ. ഓക്കെ. ഓക്കെ, നമ്മളിപ്പോ ബ്രൗസർ കമാൻഡ്സ് വരെ നോക്കി അല്ലേ? അതെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നാവിഗേഷൻ കമാൻഡ്സ്. നാവിഗേഷൻ കമാൻഡ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇനി ഐഡിയ? ബ്രൗസറിൽ സ്ക്രോൾ ചെയ്യുന്നതൊക്കെയാണോ? സ്ക്രോൾ ചെയ്യുന്നതല്ല, നമ്മൾ ഏതെങ്കിലും ഒരു വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഫോർവേഡ് ബട്ടണും ഒരു ബാക്ക്വേർഡ് ബട്ടണും കാണാൻ പറ്റില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഏതെങ്കിലും ഒരു URL ആക്സസ് ചെയ്തേടാ. ഇഷ്ടം URL ആക്സസ് ചെയ്യാമോ പുറത്ത്? നിങ്ങൾക്ക് നേരത്തെ തന്ന സൈറ്റ് തന്നെ ആയിക്കോട്ടെ. ഒബ്സ്ക്യൂർ അത് തന്നെ. ഇതില് ഇൻപുട്ട് ഫോം എന്ന സെക്ഷനിലേക്ക് ഒന്ന് പോയിക്കേടാ. ഇവിടെ ഇതില് നിനക്ക് ഒരു ബാക്ക്വേർഡ് ബട്ടൺ കാണാനുണ്ടോടാ? മുകളിലേക്ക് പോയിക്ക്. ബാക്ക്വേർഡ് ബട്ടൺ ഏതാടാ? ഇതാണോ? യെസ്, അത് തന്നെ. ഷോ ദ പ്രീവിയസ് പേജ്, ഷോ ദ നെക്സ്റ്റ് പേജ്, അത് തന്നെ. ഷോ ദ പ്രീവിയസ് പേജ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ? അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കേ. തിരിച്ച് നമ്മളുടെ മുന്നത്തെ പേജിലേക്ക് വന്നു അല്ലേ? ഇനി അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കേ. ഷോ ദ നെക്സ്റ്റ് പേജ്. പേജിലേക്ക് പോയി വീണ്ടും നമ്മുടെ പഴയ പേജിലേക്ക് വന്നു അല്ലേ? ഇതുപോലെ അവിടെ ഒരു റിഫ്രഷ് എന്ന ഓപ്ഷൻ ഉണ്ട്. എവിടെയാ? നമ്മളുടെ സെലീനിയം കേപ്പബിൾ ഡോട്ടിന്റെ അവിടെ സൈഡിലായിട്ട് മുകളിലേക്ക് പോ, ടോപ്പ് മോസ്റ്റ്. അതന്നെ ആ ലൈനിൽ തന്നെ ഒരു റിഫ്രഷ് ബട്ടൺ ഇല്ലേടാ? ഇതാണോ? യെസ്, ആ റിഫ്രഷ് ബട്ടൺ തന്നെ. റിഫ്രഷ് ക്ലിക്ക് ചെയ്തേ. എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നു അല്ലേ? സോ ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, നാവിഗേഷൻ കമാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോടാ? നാവിഗേഷൻ കമാൻഡ്സ് വെച്ചാൽ എന്താണെന്ന് ക്ലിയർ ആണോ? അതായത് ഒരു വെബ് ആപ്ലിക്കേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫോർവേഡ്, ബാക്ക്വേർഡ് ഓർ റിഫ്രഷിംഗ് ചെയ്യുന്നതിനെയാണ് നാവിഗേഷൻ കമാൻഡ്സ് എന്ന് വിളിക്കുന്നത്. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നേരെ പൈച്ചാമിലേക്ക് വരിക. പൈച്ചാമില് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂടാ. നാവിഗേഷൻ കമാൻഡ്സ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലാസ് ബേസിക് സെലീനിയത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ,
ഒരു ഫംഗ്ഷൻ എഴുതിക്കോളൂ ഇവിടെ. വെരിഫൈ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് വെരിഫൈ നാവിഗേഷൻ. ഓക്കെ, എൻ്റർ അടിച്ചോളൂ. ഏതെങ്കിലും URL-ലേക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യോടാ. ലെറ്റ്സ് സേ amazon.com. ആ സൈറ്റിലേക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യാമോ? ആമസോണിന്റെ URL എടുത്തിട്ട്. amazon.in അതൊന്ന് കോപ്പി എടുത്തോളാം. ഇത് കംപ്ലീറ്റ് വേണ്ടല്ലേ ഇവിടെ വരാം. ആ അതന്നെ, അത് മതി. ചെയ്തോളൂ. ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ഇനീഷ്യലൈസ് ബ്രൗസറിനെ വിളിക്കണം. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തോടാ. amazon.in-ലേക്ക് പോയി അല്ലേ? അതെ. എല്ലാവർക്കും amazon.in-ലേക്ക് നാവിഗേറ്റ് ആയോ? ഇഷ്യൂ ഉണ്ടോ? അഖിലേന്ദു, കൃഷ്ണകുമാർ ആൻഡ് അലീന. മാം ഒരു സെക്കൻഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തോട്ടെ. ഓക്കേടാ. നിരഞ്ജന, എനിക്ക് സെലേനിയം ആണ് ഓപ്പൺ ആക്കുന്നത്. അത് കഴിഞ്ഞ് ഫർദർ ഓപ്പൺ ആയില്ല. ഇല്ല. ഷെയർ ചെയ്യോടാ അലീന. ഓപ്പൺ ആയി. ടൈം കൊടുത്തിട്ടുണ്ടോ? ടൈം ടു സ്ലീപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കടാ. ആദ്യം സെലേനിയം ഓപ്പൺ ആയിട്ട് പിന്നെ ആമസോൺ. ആദ്യം പിന്നെ ആമസോൺ ഓപ്പൺ ആയത്. എനിക്ക് വന്നിട്ട് 2 പ്രാവശ്യം സെലീനിയം ഓപ്പൺ ആയിട്ട് പിന്നെ കൊടുത്ത് ഫൈറ്റ് ഓപ്പൺ ആയി. ഓക്കെ ഫൈൻ. അതായത് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് URL കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ, എനിക്ക് ഓപ്പൺ ആയില്ല. ആർക്കാണ് ഓപ്പൺ ആവാത്തെ? അഖിലേന്ദു. എന്ത് ഷെയർ ചെയ്തേ?
ഓക്കെ. എവിടെയാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? പക്ഷേ ആമസോൺ അല്ല ഓപ്പൺ ആയ. ഇപ്പൊ വരും വെയിറ്റ്. ഓക്കെ. ഓപ്പൺ ആയില്ലടാ, എസ് ആയില്ലേ? യെസ് യെസ്. അപ്പം താഴെ കൊടുക്കടാ, കമാൻഡ് കൊടുത്തോളൂ കേട്ടോ. താഴെ സെൽഫ് ഡ്രൈവർ ഡോട്ട് ഗെറ്റിന് താഴെ കൊടുക്കാം. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ബാക്ക്. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. എന്താ സംഭവിച്ചേ എക്സിക്യൂട്ട് ചെയ്തപ്പോ? എക്സിക്യൂട്ട് ചെയ്തപ്പോ ആമസോണിലേക്ക് പോകുന്നതിന് മുന്നേ പോയിട്ടാണോ? ആദ്യം ആമസോണിലേക്ക് പോയി, അത് കഴിഞ്ഞ് അഗെയിൻ നിങ്ങൾക്ക് ഏത് പേജിലേക്ക് തിരിച്ചു വന്നു ലാസ്റ്റ്? അത് സ്ലീപ്പ് കൊടുക്കാത്തോണ്ടായിരിക്കില്ലേ വേഗം. യെസ്, അത് ബാക്ക് കഴിഞ്ഞിട്ട് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോ. ബാക്ക് കഴിഞ്ഞിട്ട് കൊടുക്കണം. അവിടെ ഒരു ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോ. സെക്കൻഡ് മണ്ണല്ലേ? സെക്കൻഡ്. ക്ലിയർ ആയടാ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി താഴെ കൊടുക്കടാ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫോർവേഡ്. റൺ ചെയ്യട്ടെ. റണ്ണേ. ലാസ്റ്റ് ഏത് പേജിലാണ് തന്നെ? ആമസോൺ അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്തു? ബാക്ക്വേർഡ് റൊട്ടേറ്റ് ചെയ്ത് നോക്കി, ഫോർവേഡ് റൊട്ടേറ്റ് ചെയ്ത് നോക്കി അല്ലേ? നെക്സ്റ്റ് നമുക്ക് റിഫ്രഷ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ചെയ്യേണ്ടത് റിഫ്രഷിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് യൂസ് ചെയ്യേണ്ടത് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട്. ഇനി സ്ലീപ്പ് കൊടുക്കണം. എന്താടാ? അല്ല, ഇതിന് താഴെ നമ്മൾ സ്ലീപ്പ് കൊടുക്കണോ അല്ലെങ്കിൽ വേഗം സ്ലീപ്പ് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോ. ഡ്രൈവർ ഡോട്ട് റിഫ്രഷ്.
ക്ലിയർ ആണോടാ? യെസ്. ബാക്ക്, ഫോർവേഡ്, റിഫ്രഷ്. 3 ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ ഇനി? ഇല്ല. ഒരു ഡൗട്ട് ഒന്നുമില്ല. ഇത് നമ്മൾ ടാബ് മാറ്റുന്ന കണക്കാണോ അതോ ഇത് ഒരു വന്നിട്ട് ടാബിൽ തന്നെ, അതൊരു ടാബില് നമ്മൾ ചില സിനാരിയോസ് കണ്ടിട്ടില്ലേടാ, അതായത് ഒരു ടാബിൽ നിൽക്കുമ്പോൾ നിന്നിട്ട് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്തു, അതേ സെയിം ടാബിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അഗെയിൻ ബാക്ക്വേർഡ് അടിച്ചു വന്നു. നമ്മൾ ഈ സി വി ഫില്ല് ചെയ്യുന്ന സി വി ക്രിയേറ്റ് ചെയ്യുന്ന സൈറ്റ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മളൊരു സി വി ക്രിയേറ്റ് ചെയ്യുന്ന സൈറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാ വരിക? ആദ്യം നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പുതിയ പേജ് ലോഡ് ആവും. ഓക്കെ, മനസ്സിലായി. സേവ് ഒക്കെ ചെയ്തു പോകുന്നു. യെസ്, അതെ. അപ്പോൾ സേവ് ചെയ്തൊക്കെ പോകുന്നു. അതിനുശേഷം അഗെയിൻ വേറെ URL-ലേക്ക് പോകുന്നു, സെയിം ടാബ് തന്നെ. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ എയ്തർ നിങ്ങൾക്ക് അവിടെ ബാക്ക്വേർഡ് ബട്ടനെ പോയി പ്രസ് ചെയ്യാൻ പറ്റും, അല്ലേ? ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ എന്ത് പറ്റി? ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് എൻ്റർ സെലീനിയത്തിൽ ഉള്ളതിനെക്കാട്ടിലും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലൊക്കേറ്റേഴ്സ്. ഓക്കെ, ലൊക്കേറ്റേഴ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മളതിനെ ഇവോൾവ് ചെയ്യുന്നതെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്ന URL അല്ലേ, ആ URL ഇൻപുട്ട് ഫോം എന്ന് സെലീനിയം ക്യാപിബിൾ ഡോട്ട് മതി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പേജിൽ കുറേ അധികം കോമ്പോണൻസ് ഉണ്ട് അല്ലേ? ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്, അതുപോലെ ലിങ്കുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് ഈ പറയുന്ന എലമെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, വേണ്ടേ? അതായത് ഇപ്പോൾ ലെറ്റ്സ് എനിക്ക് ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഷോ മെസ്സേജ് ബട്ടനെ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾക്ക് നേരെ വെക്കും കൊണ്ടെത്താം. അപ്പോൾ ഈ എലമെന്റ്സുമായി ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് അതിനെ ലൊക്കേറ്റ് ചെയ്യണം, വേണ്ടേ? അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ എൻ്റർ മെസ്സേജ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങൾ ഈ ഡാറ്റ എൻ്റർ ചെയ്യൂ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൊക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ബട്ടൺ, ഇല്ലേ? ഇനി കമ്മിങ് ടു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത് ആരാ? സിസ്റ്റം ആണ്, അല്ലേ? അപ്പോൾ സിസ്റ്റം ത്രൂ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം, അല്ലേ? സോ ഐഡന്റിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ലൊക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോടാ? ലൊക്കേറ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആണോ? Until unless you locate an element, you cannot interact with it. നമ്മൾ സെലീനിയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ വെബ് ആപ്ലിക്കേഷനിലെ കോമ്പോണൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ്, അല്ലേ?
ക്ലിയർ ആണോ ഇവിടെ? യെസ്. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ. ആ എൻ്റർ മെസ്സേജ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സ് ഇല്ലേ, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഇൻസ്പെക്ട് കൊടുക്കാം. അതാ ഇവിടെ സെലക്ട് കൊടുത്ത സമയത്ത് എലമെന്റ്സ് എന്നിട്ട് വലിയൊരു സെറ്റിനെ കാണാം അല്ലേ? അവിടെ എലമെന്റ്സ് എന്നൊരു ടാബ് താഴെ നോക്കടാ. എലമെന്റ്സിലാണ്. സോ ഈ ഇത്രയും കോമ്പോണൻസ് കൂടിയതാണ് നമ്മുടെ ഈ ഒരു എലമെന്റ്. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ വാട്ട് ഈസ് ലൊക്കേറ്റേഴ്സ്, അതുപോലെ ലൊക്കേറ്റേഴ്സിന്റെ ലൊക്കേറ്റേഴ്സ് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ലൊക്കേറ്ററിനെ എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാമെന്ന് വരെ പറഞ്ഞു. ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇൻസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോഫന്റെ എവിടെ അമ്മ? ഇതുവരെ എല്ലാവരും എത്തിയോ? ഡൗട്ട്സ് ഇല്ലാന്ന് വിശ്വസിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോവാണേ. ഇനി ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റും റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റും. ഇതിനെ എൻറ്റയർലി, അതായത് നിങ്ങൾ ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ സ്റ്റാർട്ടിങ്ങിൽ HTML എന്ന് പറഞ്ഞ ടാഗ് തുടങ്ങുന്നിടത്ത് അവിടെ തൊട്ട് /HTML അവസാനിക്കുന്നത് വരെയുള്ളതാണ് നമ്മളുടെ ആപ്ലിക്കേഷന്റെ സോഴ്സ് കോഡ്. അത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാമോ? പറയാം. ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞ ടാബില് നിങ്ങൾ കുറേ കോഡ് കാണുന്നില്ലേ, കുറേ ടാഗുകൾ. ഈ എൻറ്റയർ ടാഗുകളെ, അതായത് ഇതിന്റെ തുടക്കം ഒരു സ്റ്റാർ എന്താ പറയുക, ഒരു ടാഗ് HTML എന്നുണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അവിടം തൊട്ട് /HTML എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത് വരെയുള്ള കോഡ്, ഇതിനെയാണ് നമ്മൾ ഡോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡോം എന്താണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾ കാണുന്ന ഓരോ ടാഗും, അതായത് div class equals form group, അല്ലെങ്കിൽ label 4 equals input email 14, അല്ലെങ്കിൽ അടുത്തത് input type equals text, class equals control, form control, class equals form control, id equals simple സിംഗിൾ input field, then placeholder equals message. ഇത്രയും എഴുതുന്നില്ലേ, ഈ ഇൻപുട്ടിന്റെ ബിഗിനിങ് തൊട്ട് എൻഡ് വരെയുള്ള അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാഗ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ടാഗ് എന്താന്ന് ക്ലിയർ ആണോ? ടാഗ് എന്താന്ന് എല്ലാവർക്കും ക്ലിയർ ആണോടാ? യെസ്. ഓക്കെ, ഇതില് ഇനി ഈ ടാഗിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഒരു ടാഗില് 3 കാര്യങ്ങളാണ് ഉണ്ടാവുക: ടാഗ് നെയിം, ആട്രിബ്യൂട്ട് ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ. ക്ലിയർ ആണോടാ? ഓക്കെ, ടാഗ് നെയിം, ആട്രിബ്യൂട്ട്, വാല്യൂ. ഓക്കെ, ടാഗ് എന്താന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. ടാഗ്, ടാഗ് നെയിം, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓരോന്നായിട്ട് ഞാൻ പറയാം. ഇതില് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്നത് എന്താണ്? ഇപ്പൊ ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട്, അല്ല ബട്ടൺ ആണെങ്കിൽ ബട്ടൺ, div or div, anything is fine. ഓക്കെ, ഇതില് ഇൻപുട്ട് എന്ന് പറയുന്നത് ടാഗ് നെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിലിപ്പോ ടൈപ്പ്, ക്ലാസ്, ID, പ്ലേസ് ഹോൾഡർ, ഇത്രയും കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോടാ? ടാഗ് നെയിം, ആട്രിബ്യൂട്ട്, 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആട്രിബ്യൂട്ട് വരുന്നത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് ഈസ് ആട്രിബ്യൂട്ട് വാല്യൂ. അതായത് ഇവിടെ ടൈപ്പ് ഈക്വൽസ് എന്ന് പറഞ്ഞാൽ ഈക്വൽസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ ഇരിക്കുന്നത് അതിനെയാണ് ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ 3 കാര്യം ക്ലിയർ ആണോ? ഞാനിപ്പോൾ ടാഗ് നെയിം എന്താണെന്ന് പറഞ്ഞു, പിന്നെ പേജ് ഓഫ്, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ടാഗ് നെയിം പറഞ്ഞു, പിന്നെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു, പിന്നെ ആട്രിബ്യൂട്ട് വാല്യൂ പറഞ്ഞു അല്ലേ? ഞാൻ ഓഡിബിൾ അല്ലേടാ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അനഘ പറഞ്ഞേ, ലേബൽ ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ്, ക്ലാസ് ഈക്വൽസ്
സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡോം ഉണ്ടെന്ന് പറഞ്ഞു, ഡോമിൽ ടാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ടാഗിൽ ടാഗ് നെയിം ഉണ്ടാവും, ആട്രിബ്യൂട്ട് ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ അനഘ? ഹലോ, ആ അനഘ, എനിക്ക് ഇടയ്ക്ക് എനിക്ക് വിട്ടുപോയി, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? പറയാം. ഞാന് ടാഗ് നെയിം എന്താണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ടാഗ് നെയിം Yes. Yes. ഇൻപുട്ട്. Then next is tag name, attribute and attribute value അല്ലേ? അതെ. അനഘ ഒരു കാര്യം ചെയ്യൂ, div class equals card മുകളിൽ കണ്ടോ? ഇതിലെ ടാഗ് നെയിം ഏതാണ്, ആട്രിബ്യൂട്ട് ഏതാണ്, ആട്രിബ്യൂട്ട് വാല്യൂ ഏതാണ് പറഞ്ഞേടാ? div tag name, class attribute, card value. ഇനി കൃഷ്ണകുമാർ പറഞ്ഞേടാ. ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന URL ഏതാണ് ടാഗ് നെയിം, ഏതാണ് ആട്രിബ്യൂട്ട്, ഏതാണ് ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയണം കേട്ടോ. ഷോ മെസ്സേജ് എന്ന് ബട്ടൺ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തേടാ. ടാഗ് ബട്ടൺ ആണോ ടൈപ്പ് ആണോ? എന്താടാ? അല്ല, ഈ ടാഗ് എന്ന് പറയുന്നത് ബട്ടൺ ആണോ അതോ ടൈപ്പ് ആണോ? ഹൈലൈറ്റ് ചെയ്തിടുന്ന ബട്ടൺ. ടാഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത് തന്നെ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഉള്ളിലല്ലേ അത് കിടക്കുന്നേ. ഓക്കെ. ബട്ടൺ ടൈപ്പ് ഈക്വൽസ് ബട്ടൺ, ക്ലാസ് ഈക്വൽസ് BTN പ്രൈമറി, ID ഈക്വൽസ് ബട്ടൺ 1. ഇത്രയാണ് ഒരു ടാഗ്. മനസ്സിലായോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടെ ബട്ടൺ ടൈപ്പ് ഈക്വൽസ് ബട്ടൺ, ക്ലാസ് ഈക്വൽസ് BTN പ്രൈമറി ഇല്ലേ? ഓക്കെ. നിങ്ങൾക്കിപ്പോ മനസ്സിലായോ? ഡോം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് ജസ്റ്റ് തംസ് അപ്പോ അല്ലെങ്കിൽ ഓക്കെയോ പറയാട്ടോ. ഓക്കെ, മനസ്സിലായി. ഇനി അലീന പറഞ്ഞേ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അലീനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടാഗ് എടുക്കുക. ആ ടാഗിൽ ആ ടാഗ് നെയിം ഏതാണ്, ആട്രിബ്യൂട്ട് ഏതാണ്, വാല്യൂ ഏതാണ് പറഞ്ഞോളൂ. ഫോം എടുക്കുകയാണെങ്കിൽ ഫോം ആണ് ടാഗ് നെയിം, മെത്തേഡ് ആണ് ആട്രിബ്യൂട്ട്, പോസ്റ്റ് ആണ് അതിന്റെ വാല്യൂ. പോസ്റ്റ് ആണ് അതിന്റെ വാല്യൂ. യെസ്, അതെ. ഇനി അലീന പറയടാ. ഞാനല്ലേ ഇപ്പൊ പറഞ്ഞേ, കേക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടാ? പറഞ്ഞോ. ഞാനിപ്പോ പറഞ്ഞേ ഫോം ആണ് ടാഗ് നെയിം, ഫോം ആണ് ടാഗ് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, മെത്തേഡ് ആണ് ആട്രിബ്യൂട്ട്, പോസ്റ്റ് വാല്യൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമ്മൾ ലൊക്കേറ്റേഴ്സ് എഴുതാൻ പോകുന്നത് ഈ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും.
ഇനി ഇതില് ബട്ടന്റെ ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ടുള്ള ബട്ടന്റെ ടാഗിന്റെ കൂടെ ഷോ മെസ്സേജ് എന്ന് കണ്ടായിരുന്നോ? ഉം. കണ്ടു. കണ്ടു. യെസ്. അപ്പോ ഇവിടെ ഷോ മെസ്സേജ് എന്ന് പറഞ്ഞ് കാണുന്നതാണ് ഈ എലമെന്റിന്റെ ടെക്സ്റ്റ്. ഓക്കെ. മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഇല്ല, ഇപ്പൊ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതെടുത്തേ, കോഡ് എടുത്തേടാ. കോഡല്ല, ആപ്ലിക്കേഷൻ എടുക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തോളൂടാ. നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത ലൊക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ. ആ ലൊക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് ഒരു ഒരു ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്തേടാ, ബേസിക് സെലീനിയത്തിന്. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. ലൊക്കേറ്റേഴ്സ്, വെരിഫൈ ലൊക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. ഓക്കെ, എല്ലാവരും ഇവിടെ എത്തിയായിരുന്നോ? എല്ലാവരും ഇവിടെ വരെ എത്തിയായിരുന്നോടാ? എത്തി. ഓക്കെ. ഇനി എന്റെ താഴെ ഒരു കാര്യം ചെയ്യൂ. നമ്മളുടെ നമ്മളിപ്പോ URL-ലേക്ക് ലോഗിൻ ചെയ്തില്ലായിരുന്നോടാ? ഏതാണ്? സിമ്പിൾ ഇൻപുട്ട് ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഇൻപുട്ട് ഫോം എന്ന URL ഒന്ന് ഗെറ്റ് ചെയ്തേ. ഇനി
ചേച്ചി നമ്മുടെ വിൻഡോയിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഇതില് എൻ്റർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഇല്ലേ, അതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക കേട്ടോ. മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഇൻസ്പെക്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ലൊക്കേറ്റർ എന്ന് പറയുന്നത് ID ലൊക്കേറ്റർ ആണ്. ഓക്കെ, ഇതില് ID, അതായത് നമ്മൾക്ക് ID എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ടാഗിനെ ലൊക്കേറ്റ് ചെയ്യാനും ID ലൊക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായടാ? നമ്മൾക്ക് ഏതെങ്കിലും ഒരു ടാഗിനെ ഐഡന്റിഫൈ ചെയ്യണം, ആൻഡ് ആ ടാഗിന് ID എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അവൈലബിൾ ആണെങ്കിൽ ID ലൊക്കേറ്റർ യൂസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അതില് IDന്റെ വാല്യൂ ഒന്ന് കോപ്പി എടുത്തേടാ. അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്. എലമെന്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സിംഗിൾ കോട്ട്സില് സിംഗിൾ കോട്ട്സ് അല്ലടാ, സോറി, ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് ബ്രാക്കറ്റ്സിൽ കൊടുക്കാം, സിംഗിൾ കോട്ട്സ് ഒഴിവാക്കുക, by dot ID ക്യാപ്സ് കൊടുക്കുക കേട്ടോ. ആ ബൈനൊന്ന് ഇമ്പോർട്ട് ചെയ്യോടാ. ഓക്കെ, by dot ID കോമ ഡബിൾ കോട്ട്സില് നമ്മളുടെ വാല്യൂ ഞങ്ങൾ പ്ലേസ് ചെയ്തടാ. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഫംഗ്ഷൻ ഏതാണ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്? പറഞ്ഞേടാ. ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് സിംഗിൾ ലൊക്കേറ്ററിനെയാണ്. അതായത് നിങ്ങളിപ്പോ ID എന്ന് പറയുന്ന ലൊക്കേറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ID ഒരു എലമെന്റിന് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു കോമ്പോണന്റിന് മാത്രമേ പാടുള്ളൂ. അതാണ് കണ്ടീഷൻ. മനസ്സിലായോടാ? ഫൈൻഡ് എലമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണെന്ന് ക്ലിയർ ആണോടാ? യുണീക്ക് ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പോണന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന്റെ പർപ്പസ്. മനസ്സിലായോ? യെസ്. ഓക്കെ, ബാക്കിയുള്ളവർ ക്ലിയർ അല്ലേടാ? കൃഷ്ണകുമാർ, അലീന, എല്ലാവർക്കും ഓക്കെ ആണോ? ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം, ബിക്കോസ് ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ ലൊക്കേറ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നേടാ. ഞാൻ നെക്സ്റ്റിലേക്ക് കടക്കുവാണേ. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്തോളൂ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് find underscore element കൊടുക്കൂ by dot class underscore name. നമ്മളിപ്പോ ഇൻസ്പെക്ട് ചെയ്ത സെയിം എലമെന്റിൽ നിന്ന് ക്ലാസ്സിനെ കോപ്പി എടുത്തേ. ഓക്കെ, രണ്ടെണ്ണം ക്ലിയർ ആണോ? ബൈ ഐ ഡി, ബൈ ക്ലാസ് നെയിം. ഡൗട്ട് ഉണ്ടോ അത്? ഇല്ല. ഓക്കെ, അടുത്ത ടൈപ്പ് ചെയ്തോളൂടാ. Self dot driver dot find underscore element. By dot tag underscore name. അതിന്റെ ടാഗ് നെയിം എടുത്തേടാ. ഇൻപുട്ട്. ഇൻപുട്ട്. ഇൻപുട്ടിനെ മാത്രം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോടാ? യെസ്. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്തോളൂ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് by dot link underscore text. ഒരു കാര്യം ചെയ്യടാ, നമ്മളുടെ URL-ലേക്ക് ഒന്ന് പോയിക്കേ. ഇതിൽ ആ സിമ്പിൾ ഫോം ഡെമോ എന്ന് ഞാൻ URL ഇങ്ങ് എടുത്തോട്ടോ. അതൊന്ന് ഇൻസ്പെക്ട് ചെയ്തേ. സോ ഇവിടെ ahref എന്ന് പറഞ്ഞിട്ട് എന്താണ് ടെക്സ്റ്റ് കിടക്കുന്നത് ആ ലിങ്കിന്റെ? സിമ്പിൾ ഫോം ഡെമോ. സിമ്പിൾ ഫോം ഡെമോ അല്ലേ? ഫോം ഡെമോ ഡോട്ട് PHP ആണോ സിമ്പിൾ ഫോം ഡെമോ ആണോ വരിക? .php അല്ല കേട്ടോ, മറ്റേതാണ് വരിക.
ഓക്കെ. ഓക്കെ, അതായത് നമ്മളുടെ ടാഗ് എൻഡ് ചെയ്യുന്നിടത്ത് വരുന്ന ടെക്സ്റ്റ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫയലിന്റെ. ഓക്കെ. അപ്പൊ ആ ടെക്സ്റ്റ് നിങ്ങൾ കോപ്പി എടുത്തോ. ഇനി ലെറ്റ്സ് സേ ഈ ലിങ്കിന്റെ ടെക്സ്റ്റ് കുറച്ച് എക്സ്ട്രീംലി വലുതാണെന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ ക്ലിക്ക് ഹിയർ ടു സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ആണെന്ന് വിചാരിക്കാം. ഡിസ്പ്ലേ ചെയ്ത് ക്ലിക്ക് ഹിയർ ടു സൈൻ അപ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ബൈ ലിങ്ക് ടെക്സ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റ മെത്തേഡേ അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലേ? കുറെ ലെങ്തി ആയിട്ടുള്ള ഒരു പേരിനെ, അതായത് ലെറ്റ്സ് സേ ഹലോ ഹൗ ആർ യു എന്നാണ് ടെക്സ്റ്റ്. ഹലോ ഹൗ ആർ യു എന്നുള്ളതിൻ്റെ ഇടയിൽ കുറെ സ്പേസും പിന്നെ എന്തൊക്കെയോ കുറെ വാല്യൂസ് ആയിട്ട് കുറച്ച് എക്സ്ട്രീംലി ലെങ്തി ആയിട്ടുള്ള നെയിമായി മാറിയിട്ടുണ്ട്. അപ്പോൾ സോ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ഡോട്ട് ലിങ്ക് ടെക്സ്റ്റ് കൊടുക്കുന്നത് ഫീസിബിൾ ആയിരിക്കുമോ? ഓക്കെ, ടൈപ്പ് ചെയ്യടാ. self.driver dot find underscore element by dot partial underscore linked text comma ഡബിൾ കോട്ട്സ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പ് കോപ്പി ചെയ്ത സെയിം ടെക്സ്റ്റ് തന്നെ പേസ്റ്റ് ചെയ്യാം. സിമ്പിൾ ഫോം ഡെമോ. ആൻഡ് എല്ലാവരും ഡെമോ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? ഡയറക്റ്റ്ലി ഒരു ആട്രിബ്യൂട്ടിനെ എടുക്കുന്നു, ആ വാല്യൂവിനെ തന്നെ എങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു അല്ലേ? അതെ. ഓക്കെ, സോ നമുക്കിനി നാളെ ഇതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൊക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. ഒരു സ്പെസിഫിക് ഫോർമാറ്റ് എല്ലാം ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൊക്കേറ്റേഴ്സ് നോക്കാം. മൺഡേ നോക്കാം നമുക്ക്. അപ്പോൾ മൺഡേയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉള്ള വർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ച ലൊക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുൻപ് നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന
ടാഗ്, അതുപോലെ ടാഗ് നെയിം, ആട്രിബ്യൂട്ട്, വാല്യൂ എന്നൊക്കെ പറയുന്നതിന്റെ വാല്യൂസ് എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണോടാ? അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആക്കി വരിക കേട്ടോ. ഞാൻ നാളെ Okay. ആദ്യം ചോദിക്കും എല്ലാവരോടും ഓരോ സ്പെസിഫിക് ടാഗ്സ് തന്നിട്ട് അതിലെ ടാഗ് നെയിം, ആട്രിബ്യൂട്ട്, വാല്യൂസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തതിനായിട്ട് ഞാൻ പറയും. സോ അതുകൊണ്ട് ലൊക്കേറ്റേഴ്സ് നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ നോക്കുക. മിസ് ഇത് റിലേറ്റഡ് അല്ല, എനിക്കാണെങ്കിൽ ആപ്ലിക്കേഷനിൽ റിപ്പോസിറ്ററി ആയിട്ട് കണക്ട് ആവുന്നില്ല, ഒന്ന് നോക്കാവോ? ഷെയർ ചെയ്യടാ. ഓക്കെ, ഞാൻ സെഷൻ എൻഡ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള ടാസ്ക് ഹലോ, യെസ് പറയടാ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യോ? കാണുന്നുണ്ട്. ബൈ ഡോട്ട് ക്ലാസ് നെയിമിന്റെ ആദ്യം ബൈ ഡോട്ട് ഐ ഡി കൊടുത്തില്ല, അതിന് മുകളിലെടുത്ത് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് ലൈൻ നമ്പർ 18 കൊടുക്കടാ. അല്ല, ഞാൻ ലൈൻ നമ്പർ 11 കൊടുത്തിട്ടുണ്ട്. ഇത്ര ഞാൻ നോട്ടായിട്ട് ഇട്ടതാ. ഓക്കെ, ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് മിസ്, എന്താണ്? അതല്ല, ഡൗട്ട് എനിക്ക് ഈ റിപ്പോസിറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇങ്ങനെ എറർ കാണിക്കുക. കാണാമോ മിസ്? കാണാടാ, സ്ക്രീൻ കാണാം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ, അതൊന്ന് ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഇവിടെ ഒരു കാര്യം, ക്ലാസ് അണ്ടർസ്കോർ നെയിം, ടാഗ് അണ്ടർസ്കോർ നെയിം, ലിങ്ക് അണ്ടർസ്കോർ ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത് ഏത് കേസിലാണ് എഴുതുക? സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ? സജഷൻ എങ്ങനെയാടാ വന്നേ? മാം ഞാൻ ലീവ് ചെയ്തോട്ടെ? യെസ്, ലീവ് ചെയ്തോടാ, കഴിഞ്ഞു, സെഷൻ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ക്ലാസ് നെയിം അങ്ങനെ മാറ്റിയിരിക്കേ. അതേപോലെ ഈ റിപ്പോസിറ്ററി എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഗിറ്റ്ഹബിലെ? ഹലോ, അപ്പൊ കോഡ് ഓക്കെ ആയിട്ടൊക്കെ തോന്നുന്നത് കണ്ടിട്ട്. അപ്പോഴേക്ക് നമുക്ക് കോഡ് പുഷ് ചെയ്യാം കേട്ടോ. മനസ്സിലായില്ലോ മിസ്? എങ്ങനെയാ? അപ്പോഴേക്ക് നമുക്ക് കോഡ് പുഷ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഇപ്പൊ കോഡ് ചെയ്തത് ഇപ്പൊ കറക്റ്റ് ആണ്.
എപ്പോഴും ശ്രദ്ധിക്കുക ബൈ ഡോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ. സോ നമുക്ക് നാളേക്ക് ഇനി പഠിക്കാനുള്ള ലൊക്കേറ്റേഴ്സ് നല്ലോണം തറോ ആവണം, ക്ലിയർ ആവണമെങ്കിൽ മൺഡേയിലേക്ക് നിങ്ങൾ നോക്കി വരേണ്ടത് ഞാൻ ഇന്ന് പറഞ്ഞ ടാഗ് നെയിം, ലൊക്കേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ. ടാഗ് നെയിം, ആട്രിബ്യൂട്ട്, വാല്യൂ, ഇത്രയും കാര്യങ്ങൾ. ആട്രിബ്യൂട്ട് വാല്യൂ എന്നല്ലേ? ആട്രിബ്യൂട്ട് കോമ വാല്യൂ, കോമ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് കൊടുക്കാം. അതല്ല, ടാഗ് ആട്രിബ്യൂട്ട് വാല്യൂ ആണോ അതോ ആട്രിബ്യൂട്ട് വാല്യൂ ആണോ? എങ്ങനെ ഒന്നോട് ചോദിച്ചേടാ. സ്ക്രീൻ ഷെയറിംഗ് ആണോ? നോട്ട് സ്ക്രീൻ ഷെയറിംഗ് ആണ്. ഇപ്പൊ എന്താ ടൈപ്പ് ചെയ്യുന്നത്? അല്ല, ഞാൻ ടാഗില് ടാഗ് നെയിം ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ടിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, വാല്യൂ. ഓക്കെ, ഇങ്ങനെ. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, ബിക്കോസ് നാളെ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത ടൈപ്പ് ഓഫ് ലൊക്കേറ്റർ പറഞ്ഞു തരുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടേംസ് ആണ്. എന്താണ് ഞാൻ പറയാൻ പോകുന്ന ടേംസ് എന്ന് വെച്ചാൽ ആദ്യം വരുന്നത് ഓക്കെ ടാഗ് നെയിം എടുത്തോളൂ, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് ഈ ഒരു സ്പെസിഫിക് ആട്രിബ്യൂട്ടിന് എന്താണ് വാല്യൂ എന്ന് ചെക്ക് ചെയ്യൂ. ഈ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റും ലിങ്ക് ടെക്സ്റ്റും എന്തോ വ്യത്യാസം? പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് ഒന്ന് ഉറക്കെ ചോദിക്കോടാ. അല്ല, ഈ രണ്ട് ലൈനിൽ ഈ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം. പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ആ ലിങ്കിന്റെ ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു രണ്ട് വേർഡ്സ് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ല. ഇവിടെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ, ഒന്നുകൂടെ പറയാം. കേക്കാമോടാ? കേക്കാം അല്ലേ? ഓക്കെ. ലിങ്ക് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ നീ ഇവിടെ കണ്ട സിമ്പിൾ ഫോം ഡെമോ എൻറ്റയർ ആയിട്ടുള്ള ടെക്സ്റ്റിനെ അങ്ങനെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയാ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായില്ല. ലിങ്ക് ടെക്സ്റ്റ് മനസ്സിലായില്ല? നമ്മളിപ്പോ എടുത്തിട്ടുള്ള ahref സിമ്പിൾ ഫോം ഡെമോ .php സിമ്പിൾ ഫോം ഡെമോ, ഇതിലെ ലിങ്ക് ഏതാ? ഇതിന്റെ ടെക്സ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേടാ. ഇതില് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സിമ്പിൾ ഫോം ഡെമോ അല്ലേ? സോ ടെക്സ്റ്റിനെ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ലിങ്കിനെ ലൊക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ലിങ്ക് ടെക്സ്റ്റ് ലൊക്കേറ്റർ. മനസ്സിലായടാ? ഇത് വെച്ച് ലിങ്ക് ചെയ്യുന്നതിന് ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയും. ഓക്കെ, അതായത് ഈ മെനു എന്ന് പറയുന്ന ഒരു ലിങ്ക് ടെക്സ്റ്റ് ആണ്, അതേപോലെ അല്ലേ? എങ്ങനെ? ഈ മെനു എന്ന് പറയുന്ന ഒരു ലിങ്ക് ടെക്സ്റ്റ് ആണ്. അത് ലിങ്ക് ടെക്സ്റ്റ് ആയിട്ട് കൂടാൻ പറ്റില്ല. കാരണം എന്താ? അത് ലിങ്ക് അല്ല, ഡിവ് ആണ്. ടൈറ്റിലാണോ ഇനി ലിങ്ക് ടെക്സ്റ്റ്? അതായത് ഈ സിമ്പിൾ ഫോം ഡെമോ, ചെക്ക് ബോക്സ് ഡെമോ, അതല്ലേ ലിങ്ക് ടെക്സ്റ്റ്? എ എന്ന് പറഞ്ഞ ടാഗ് നെയിം കാണുന്നത് ഏതാണോ അതാണ് ലിങ്ക്. ഓക്കെ,
ഓക്കെ. ഓക്കെ. അപ്പൊ ഈ സിമ്പിൾ ഫോം എന്ന് പറയുന്നത് എവിടെ നിന്നാ കിട്ടിയേ? മറ്റേ മുകളിൽ നിന്ന് സെലക്ട് ചെയ്ത്. അല്ല, ഈ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിലെ സിമ്പിൾ ഫോം എവിടെ നിന്നാ നമുക്ക് കിട്ടിയേ? നമ്മൾ കുറച്ച് മുന്നേ എടുത്ത ലിങ്ക് ടെക്സ്റ്റ് ഇല്ലേടാ? ലിങ്ക് ടെക്സ്റ്റ്. ആ ലിങ്ക് ടെക്സ്റ്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എടുക്കാം, ഏതെങ്കിലും ഭാഗം മാത്രം എടുക്കുക. ഇതിൽ ഏത് ഭാഗം എടുത്ത്? യെസ്, അല്ല, ഇതിൽ ഏത് ഭാഗം എടുത്ത്? അത് മനസ്സിലായില്ല. സിമ്പിൾ ഫോം മാത്രം എടുക്കടാ. ഈ പേരില് ഏതെങ്കിലും ഒരു വേർഡ് എടുക്കാനെന്നാണോ? സിമ്പിൾ ഫോം ഡെമോയില് സിമ്പിൾ ഫോം എടുത്തു, അങ്ങനെയാണോ? യെസ്, അതെ. ഓക്കെ. ഓക്കെ, ശരി മിസ്. മറ്റേ ഇത് അല്ലേടാ? മാത്രം ക്ലിയർ ആണ്. അതായത് എനിക്ക് ഗിറ്റ് ഹബിൽ വന്നിട്ട് വേറൊരു